ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ തെക്കേയറ്റം, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ തെക്കേയറ്റം. ഇന്ദിരാ പോയിന്റ്, കന്യാകുമാരി, ഇന്ദിരാക്കോൾ, തിരുവനന്തപുരം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ തെക്കേയറ്റം. ഏതാണ്? ഏതാണ്? അതെ, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ തെക്കേയറ്റം കന്യാകുമാരി. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ തെക്കേയറ്റം കന്യാകുമാരി. ഇനി ഇന്ത്യയുടെ തെക്കേയറ്റം എന്ന് ചോദിച്ചാലോ, അല്ലെങ്കിൽ ഇന്ത്യൻ യൂണിയന്റെ തെക്കേയറ്റം എന്ന് ചോദിച്ചാൽ എന്ന് പറയും. ഇന്ത്യയുടെ തെക്കേയറ്റം അല്ലെങ്കിൽ ഇന്ത്യൻ യൂണിയന്റെ തെക്കേയറ്റം എന്നൊക്കെ ചോദിച്ചാലോ, ഏതാണ്? ഇന്ദിരാ പോയിന്റ് അല്ലെ? ഇന്ദിരാ പോയിന്റ്, ഇന്ദിരാ പോയിന്റ്. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് നോക്കാം, ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പൊ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതിന്റെ ഇന്ത്യയുടെ വടക്ക് ഭാഗം, വടക്ക് ഭാഗത്ത് എന്തെന്നറിയപ്പെടും? വടക്ക് ഭാഗം, നോർത്തേൺ മോസ്റ്റ് പോയിന്റ് ഏതാണ്? വടക്ക് ഭാഗം നോർത്തേൺ മോസ്റ്റ് ഏതാണ്? ഇന്ദിരാക്കോൾ അല്ലെ? ഇന്ദിരാക്കോൾ, ഇന്ദിരാക്കോൾ, ഇന്ദിരാക്കോൾ ആണ് വടക്ക് ഭാഗം. ഇന്ദിരാക്കോൾ ആണ്. ഓക്കെ, അത് ലഡാക്കിലാണ്, ലഡാക്കിൽ. ഓക്കെ, ഇനി കിഴക്ക് ഭാഗം എടുത്താലോ? കിഴക്ക് ഭാഗം ഏതാണ്? ഈസ്റ്റേൺ മോസ്റ്റ് ഏതാണ്? ഈസ്റ്റേൺ മോസ്റ്റ് അരുണാചൽ പ്രദേശിൽ സ്ഥിതി ചെയ്യുന്ന ഏതാണ്? കിബിത്തു, കിബിത്തു. ഈസ്റ്റേൺ മോസ്റ്റ് കിബിത്തു. ഓക്കെ, വെസ്റ്റേൺ മോസ്റ്റ് ആണെങ്കിലോ? അരുണാചൽ. വെസ്റ്റേൺ മോസ്റ്റ് ആണെങ്കിൽ ആരാണ്? ഗുഹർ മോത്തി, ഗുഹർ മോത്തി. എന്താണ്? ഗുഹർ മോത്തി, ഗുഹർ മോത്തി. ഓക്കെ, അപ്പോ നരേന്ദ്രമോദി ഓർത്താൽ മതി അല്ലെ? ഗുജറാത്തിലാണ് ഗുഹർ മോത്തി. അപ്പൊ നരേന്ദ്രമോദി ഓർത്താൽ മതി. ഗുഹർ മോത്തി, ഗുഹർ മോത്തി. ഇനി ഏറ്റവും തെക്ക് ഭാഗം, തെക്ക് അറ്റം ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ദിരാ പോയിന്റ്, ഇന്ദിരാ പോയിന്റ്. ഓക്കെ, ഇന്ദിരാ പോയിന്റ്. ഇന്ദിരാ പോയിന്റ് അറിയപ്പെടുന്ന മറ്റു പേര് പറയാമോ? ഇന്ദിരാ പോയിന്റ് അറിയപ്പെടുന്ന മറ്റു പേര്? ഇന്ദിരാ പോയിന്റ് അറിയപ്പെടുന്ന മറ്റു പേരുകൾ പറയാമോ? പാർസൺ പോയിന്റ്, പാർസൺ പോയിന്റ്, അതുപോലെ പിഗ്മാലിയൻ പോയിന്റ്. പാർസൺ പോയിന്റ്, പിഗ്മാലിയൻ പോയിന്റ്, പിഗ്മാലിയൻ പോയിന്റ്, പാർസൺ പോയിന്റ്, പിഗ്മാലിയൻ പോയിന്റ് എന്നിങ്ങനെ അറിയപ്പെടുന്നതാണ് ഇത് ഗുഹർ മോത്തി, ഗുഹർ മോത്തി. ഓക്കെ, അപ്പൊ ചാനലിൽ ആരെങ്കിലും ഇത് ക്ലാസ് കാണുന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണേ. സൈഡിൽ ഡിസ്കസ് എന്നുള്ളത് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ കമന്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഇന്ദിരാ കോള് നോർത്തേൺ മോസ്റ്റ് ഇന്ദിരാക്കോൾ ലഡാക്കിൽ സ്ഥിതി ചെയ്യുന്നു. ഇന്ദിരാ പോയിന്റ് സദേൺ മോസ്റ്റ് പാഴ്സൺസ് പോയിന്റ്, പിഗ്മാലിയൻ പോയിന്റ് എന്നറിയപ്പെടുന്നു. അതുപോലെ കിഴക്ക് ഭാഗത്താണെങ്കിൽ കിബിത്തു അരുണാചൽ പ്രദേശ് സ്ഥിതി ചെയ്യുന്നു. ഗുഹർ മോത്തി വെസ്റ്റേൺ മോസ്റ്റ് ഗുജറാത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്ത്യൻ ഭൂഖണ്ഡത്തിന്റെ തെക്കേറ്റം കന്യാകുമാരി, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ തെക്കേറ്റം എന്ന് എടുത്ത് ചോദിച്ചാൽ അത് കന്യാകുമാരി. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ എന്ന് ചോദിക്കണം, അല്ലെങ്കിൽ ഉപദ്വീപ ഇന്ത്യയുടെ, ഉപദ്വീപീയ ഇന്ത്യ, ഉപദ്വീപ ഇന്ത്യയുടെ തെക്കേറ്റം എന്ന് ചോദിച്ചാലും കന്യാകുമാരിയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. സോയിൽ ആൻഡ് ലാൻഡ് യൂസ് സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷം. സോയിൽ ആൻഡ് ലാൻഡ് യൂസ് സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷം അറിയാമോ? സോയിൽ ആൻഡ് ലാൻഡ് യൂസ് സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷം 1963, 1958, 1835, 1950. ഇതെല്ലാം കഴിഞ്ഞ പ്രിലിംസിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, സോയിൽ ആൻഡ് ലാൻഡ് യൂസ് സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷം 1963, 1958, 1835, 1950. ഓക്കെ, ഇവിടെ ഉത്തരം 1958 ആണ്. 1958 സോയിൽ ആൻഡ് ലാൻഡ് യൂസ് സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷം എന്നാണ് 1958. ഓക്കെ, ഇനി മണ്ണിനെ കുറിച്ചുള്ള പഠനം എന്താണ്? മണ്ണിനെ കുറിച്ചുള്ള പഠനം, മണ്ണിനെ കുറിച്ചുള്ള പഠനം പറയാമോ? മണ്ണിനെ കുറിച്ചുള്ള പഠനം എന്താണ്? അതെ, പെഡോളജി, പെഡോളജി. മണ്ണിനെ കുറിച്ചുള്ള പഠനം പെഡോളജി. മണ്ണ് രൂപം കൊള്ളുന്ന പ്രക്രിയ എന്താണ്? മണ്ണ് രൂപം കൊള്ളുന്ന പ്രക്രിയ പറയാമോ? മണ്ണ് രൂപം കൊള്ളുന്ന പ്രക്രിയ, പ്രോസസ് എന്താണ്? അത് പെഡോജെനസിസ് ആണ്. പെഡോജെനസിസ്, പെഡോജെനസിസ് ആണ് മണ്ണ് രൂപം കൊള്ളുന്ന പ്രക്രിയ. ഇനി
ഇനി ഈ സോയിൽ ആൻഡ് ലാൻഡ് യൂസ് സർവേ ഓഫ് ഇന്ത്യ, സോയിൽ ആൻഡ് ലാൻഡ് യൂസ് സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയെന്ന് അറിയാമോ? ആസ്ഥാനം, സോയിൽ ആൻഡ് ലാൻഡ് യൂസ് സർവേ ഓഫ് ഇന്ത്യയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് അഥവാ ആസ്ഥാനം എവിടെയെന്ന് അറിയാമോ? ഏതാണ്? ന്യൂഡൽഹിയാണ്. ന്യൂഡൽഹിയാണ് ആസ്ഥാനം. സോയിൽ ആൻഡ് ലാൻഡ് യൂസ് സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ന്യൂഡൽഹി. ഓക്കെ. ഇനി മറ്റൊരു ഒരു സ്ഥാപനമുണ്ട് ഈ മണ്ണുമായി ബന്ധപ്പെട്ട്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇപ്പൊ തന്നെ നോട്ട് ചെയ്ത് പോണേ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോയിൽ സയൻസ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോയിൽ സയൻസ് ആസ്ഥാനം എവിടെയെന്ന് അറിയാമോ? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോയിൽ സയൻസിന്റെ ആസ്ഥാനം പറയാമോ? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോയിൽ സയൻസിന്റെ ആസ്ഥാനം ഭോപ്പാലാണ്. ഭോപ്പാൽ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോയിൽ സയൻസിന്റെ ആസ്ഥാനം ഭോപ്പാൽ, മധ്യപ്രദേശ് ആണ്. ഇനി ഒന്നും കൂടെ നോക്കാനുണ്ട്. സെൻട്രൽ സോയിൽ സലൈനിറ്റി, സെൻട്രൽ സോയിൽ സലൈനിറ്റി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. സെൻട്രൽ സോയിൽ സലൈനിറ്റി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം എവിടെയാണ് അറിയാമോ? സെൻട്രൽ സോയിൽ സലൈനിറ്റി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം കർണാൽ, ഹരിയാന. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പഠിച്ചേ പോകാൻ പറ്റത്തുള്ളൂ. അപ്പോ സോയിൽ ആൻഡ് ലാൻഡ് യൂസ് സർവേ ഓഫ് ഇന്ത്യ രൂപം കൊണ്ട വർഷം 1958 സ്ഥാപിതമായ വർഷം. ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയിലാണ്. മണ്ണിനെ കുറിച്ചുള്ള പഠനം പെഡോളജിയാണ്. മണ്ണ് രൂപം കൊള്ളുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് പെഡോജെനിസിസ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോയിൽ സയൻസ് എവിടെയാണ്? ഭോപ്പാലിലാണ്, മധ്യപ്രദേശിലെ ഭോപ്പാൽ. സെൻട്രൽ സോയിൽ സലൈനിറ്റി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കർണാൽ, ഹരിയാനയിലെ കർണാൽ. ഓക്കെ അല്ലേ? ഓക്കെ. ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്യണം, ഇമ്പോർട്ടന്റ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. അന്റാർട്ടിക്കയിലെ ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് ഏത് പോസ്റ്റൽ ഡിവിഷന്റെ കീഴിലാണ്? മുംബൈ, പൂനെ, നാഗ്പൂർ, ഗോവ. അന്റാർട്ടിക്കയിലെ ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് ഏത് പോസ്റ്റൽ ഡിവിഷന്റെ കീഴിലാണ്? പറയാമോ? ഇത് ഇമ്പോർട്ടന്റ് ആണ്. അന്റാർട്ടിക്കയിലെ ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് ഏത് പോസ്റ്റൽ ഡിവിഷന്റെ കീഴിലാണ്? മുംബൈ, പൂനെ, നാഗ്പൂർ, ഗോവ. പറയാമോ? ഉത്തരം ഗോവയാണ്. ഗോവ ഇമ്പോർട്ടന്റ് ആണ്. അന്റാർട്ടിക്കയിലെ ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് ഗോവ എന്ന പോസ്റ്റൽ ഡിവിഷന്റെ കീഴിലാണ്. ഓക്കെ. ഇനി ഇന്ത്യയിലെ അന്റാർട്ടിക്കയിലുള്ള ആദ്യത്തെ പരിവേഷണ കേന്ദ്രം ഏതാണെന്ന് പറയാമോ? അതെ. വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യയിലെ അന്റാർട്ടിക്കയിലെ പരിവേഷണ കേന്ദ്രത്തിൽ ആദ്യം നമ്മൾ പഠിക്കുന്നത് 1984 എവിടെയാണ്? ദക്ഷിണ ഗംഗോത്രി. ഇമ്പോർട്ടന്റ് ആണ്. ദക്ഷിണ ഗംഗോത്രി ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. ദക്ഷിണ ഗംഗോത്രിയാണ്. അന്റാർട്ടിക്കയാണ്, ശ്രദ്ധിക്കണേ. അന്റാർട്ടിക്കയിലെ പരിവേഷണ കേന്ദ്രം ദക്ഷിണ ഗംഗോത്രി. ഇനി രണ്ടാമത്തേതാണെങ്കിലോ 1989. രണ്ടാമത്തെ ഏതാണ്? പറയാമോ? രണ്ടാമത്തെ പരിവേഷണ കേന്ദ്രം അല്ല, ഭാരതിയല്ല, മൈത്രിയാണ്. രണ്ടാമത്തെ പരിവേഷണ കേന്ദ്രം മൈത്രിയാണ്. മൂന്നാമത്തത് 2012 ഭാരതി. മൂന്നാമത്തതാണ് ഭാരതി. മറ്റൊരു ചോദ്യം വളരെ പ്രധാനപ്പെട്ടത് LD-യുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ LD-ക്ക് ചോദിച്ച മറ്റൊന്നാണ്. ആർട്ടിക് മേഖലയിലെ LD-ക്ക് വെച്ച് ഇതാണെന്നോ ദക്ഷിണ ഗംഗോത്രി. ആർട്ടിക് മേഖലയിലെ ഇന്ത്യയുടെ പരിവേഷണ കേന്ദ്രം ഏതാണ്? ആർട്ടിക് മേഖലയിലെ ഇന്ത്യയുടെ പരിവേഷണ കേന്ദ്രം ഏതാണ്? അതെ, ഇമ്പോർട്ടന്റ് ആണ്. ഹിമാദ്രി. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത്. ഹിമാദ്രി. ഓക്കെ. അപ്പോ ഇവിടെ അന്റാർട്ടിക്കയാണ് പറയുന്നത്. അന്റാർട്ടിക്കയിൽ ആദ്യത്തെ 1984 ദക്ഷിണ ഗംഗോത്രി. അപ്പൊ വേണമെങ്കിൽ ചോദിക്കാം, അന്റാർട്ടിക്കയിൽ ആദ്യത്തെ പരിവേഷണ കേന്ദ്രം സ്ഥാപിച്ച വർഷം 1984. രണ്ടാമത് മൈത്രി 1989. മൂന്നാമത് ഭാരതി 2012. ഇനി ആർട്ടിക് മേഖല ഇന്ത്യയുടെ പരിവേഷണ കേന്ദ്രമാണ് ഹിമാദ്രി. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. ഏത് ഭാഷയിലാണ് ബംഗാൾ ഗസറ്റ് പ്രസിദ്ധീകരിച്ചിരുന്നത്? ഹിന്ദി, ബംഗാളി, ഇംഗ്ലീഷ്, ഉറുദു. പറയാമോ? ബംഗാൾ ഗസറ്റ് ഏത് ഭാഷയിലാണ് പ്രസിദ്ധീകരിച്ചിരുന്നത്? പറയാമോ? ഹിന്ദി, ബംഗാളി, ഇംഗ്ലീഷ്, ഉറുദു. ബംഗാൾ ഗസറ്റ്
ബംഗാൾ ഗസറ്റ്, ബംഗാളിൽ നിന്നൊക്കെ എഴുതാൻ തോന്നും. ഇംഗ്ലീഷ് ആണ് ഉത്തരം. ഇംഗ്ലീഷ് ആണ്. ബംഗാൾ ഗസറ്റ് ഇംഗ്ലീഷ് ഭാഷയിലാണ് പ്രസിദ്ധീകരിച്ചിരുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ബംഗാൾ ഗസറ്റിന്റെ പ്രത്യേകത? ബംഗാൾ ഗസറ്റ് എന്താണ്? ഇന്ത്യയിലെ ആദ്യ ദിനപത്രം. ഇന്ത്യയിലെ ആദ്യ ദിനപത്രമാണ് ഇത്. ഇന്ത്യയിലെ ആദ്യ ദിനപത്രമാണ് അതെ, ഇന്ത്യസ് ഫസ്റ്റ് ന്യൂസ് പേപ്പർ. ഇന്ത്യയിലെ ആദ്യത്തെ ദിനപത്രമാണ് ബംഗാൾ ഗസറ്റ്. ബംഗാൾ ഗസറ്റ് രൂപം കൊണ്ട വർഷം അത് ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക്. ബംഗാൾ ഗസറ്റ് രൂപീകരിച്ച വർഷം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, പറയാമോ? 1780. 1780 ചോദിച്ചിട്ടുണ്ട്, മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്. 1780 ജനുവരി 29 ബംഗാൾ ഗസറ്റ് രൂപം കൊണ്ടത്. 1780 ജനുവരി 29 ബംഗാൾ ഗസറ്റ് രൂപം കൊണ്ടത്. ഓക്കെ, ഇനി ആരംഭിച്ചത് ആരാണ്? ആരംഭിച്ചത് 79 ഡൗട്ടാണ്. ആരംഭിച്ചത് ആരാണ്? ഇല്ല, 80 തന്നെ. ഓക്കെ, 1780. ഓക്കെ, ആരംഭിച്ചത് ആരാണ് പറയാമോ? അതെ, ജെയിംസ് അഗസ്റ്റസ് ഹിക്കി. ജെയിംസ് അഗസ്റ്റസ് ഹിക്കി. ഓക്കെ, ഇതെല്ലാം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണേ. ജെയിംസ് അഗസ്റ്റസ് ഹിക്കി. ഓക്കെ, അപ്പോ ഇന്ത്യയിലെ ആദ്യത്തെ ദിനപത്രം ഏത്? ബംഗാൾ ഗസറ്റ്. ബംഗാൾ ഗസറ്റ് പ്രസിദ്ധീകരിച്ച വർഷം 1780 ജനുവരി 29. ആരംഭിച്ച വ്യക്തി ജെയിംസ് അഗസ്റ്റസ് ഹിക്കി. ഇത്രയും കാര്യം പരീക്ഷയ്ക്ക് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിച്ചിട്ടുണ്ട്. തുടക്കത്തിൽ അറിയപ്പെട്ടത് എന്താണെന്ന് അറിയാമോ? ബംഗാൾ ഗസറ്റ് തുടക്കത്തിൽ അറിയപ്പെട്ടത് ആർക്കെങ്കിലും പറയാമോ? ബംഗാൾ ഗസറ്റ് തുടക്കത്തിൽ അറിയപ്പെട്ടത് എന്തെന്നാണ്? ഓക്കെ, കൊൽക്കത്ത. ഇമ്പോർട്ടന്റ് ആണ്. കൊൽക്കത്ത ജനറൽ അഡ്വൈസർ എന്നാണ് തുടക്കത്തിൽ ബംഗാൾ ഗസറ്റ് അറിയപ്പെട്ടത്. കൊൽക്കത്ത ജനറൽ അഡ്വൈസർ. ഓക്കെ, അപ്പൊ എന്തൊക്കെ പഠിച്ചു? ഏത് ഭാഷയിലാണ് ബംഗാൾ ഗസറ്റ് പ്രസിദ്ധീകരിച്ചിരുന്നത്? ഇംഗ്ലീഷ് ഭാഷയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ദിനപത്രമാണ് ഇത്, ബംഗാൾ ഗസറ്റ്. 1780 പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. 1780 ജനുവരി 29 ബംഗാൾ ഗസറ്റ് പ്രസിദ്ധീകരിച്ചത്. ആരംഭിച്ച വ്യക്തി ജെയിംസ് അഗസ്റ്റസ് ഹിക്കി. തുടക്കത്തിൽ അറിയപ്പെട്ടത് കൊൽക്കത്ത ജനറൽ അഡ്വൈസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. പ്ലാസി യുദ്ധത്തിൽ സിറാജുദ്ദൗളയെ പരാജയപ്പെടുത്തിയത് ആരായിരുന്നു? തോമസ് ഹാർവേ ബാബർ, റോബർട്ട് ക്ലൈവ്, സർ അർക്യൂട്ട്, ആർതർ വെല്ലസ്ലി. ആരാണ്? പ്ലാസി യുദ്ധത്തിൽ സിറാജുദ്ദൗളയെ പരാജയപ്പെടുത്തിയത് ആരാണ്? റോബർട്ട് ക്ലൈവ് ആണ് പ്ലാസി യുദ്ധത്തിൽ സിറാജുദ്ദൗളയെ പരാജയപ്പെടുത്തിയത്. ഓക്കെ, ഇനി പ്ലാസി യുദ്ധം നടന്ന വർഷം എന്നാണെന്ന് പറയാമോ? പ്ലാസി യുദ്ധം നടന്ന വർഷം 1757 ജൂൺ 23 പ്ലാസി യുദ്ധം നടക്കുന്നത്. 1757 ജൂൺ 23 പ്ലാസി യുദ്ധം നടക്കുന്നത്. ഓക്കെ, ആരൊക്കെ തമ്മിലായിരുന്നു യുദ്ധം? പ്ലാസി യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു? സിറാജുദ്ദൗളയും ആരായിരുന്നു? റോബർട്ട് ക്ലൈവ്. സിറാജുദ്ദൗളയും റോബർട്ട് ക്ലൈവും തമ്മിലായിരുന്നു പ്ലാസി യുദ്ധം എന്ന് നടന്നത്. ഓക്കെ, ഇനി എന്താണ് പ്ലാസി യുദ്ധത്തിന്റെ പ്രത്യേകത? നോട്ട് ചെയ്യേണ്ട പോയിന്റ്, ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആധിപത്യം, അതാണ് നോട്ട് ചെയ്യേണ്ടത്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കാൻ കാരണമായ യുദ്ധമാണ്. ഓക്കെ, അതാണ് നോട്ട് ചെയ്യേണ്ടത്. ആധിപത്യം സ്ഥാപിക്കാൻ കാരണമായ യുദ്ധമാണ് പ്ലാസി യുദ്ധം. 1757 ജൂൺ 23 പ്ലാസി യുദ്ധം. സിറാജുദ്ദൗളയും റോബർട്ട് ക്ലൈവും തമ്മിൽ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പോസ്റ്റ് ഓഫീസ് എന്ന കൃതി രചിച്ചതാര്? ഗോപാലകൃഷ്ണ ഗോഖലെ, നന്ദലാൽ ബോസ്, പ്രേംചന്ദ്, രവീന്ദ്രനാഥ ടാഗോർ. ഇതൊരു വോയിസ് ക്ലാസ് അല്ലേ, വീഡിയോ ക്ലാസ് ആണ്. നിങ്ങൾ സ്ക്രീനിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോ കാണാൻ പറ്റുവേ. ഓക്കെ,
പോസ്റ്റ് ഓഫീസ് എന്ന കൃതി രചിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെ, നന്ദലാൽ ബോസ്, പ്രേംചന്ദ്, രവീന്ദ്രനാഥ ടാഗോർ. ആരാണ്? അതെ, രവീന്ദ്രനാഥ ടാഗോർ ആണ്. അപ്പൊ ഇത് ഈയിടെയായിട്ട് കണ്ടുവരുന്നതാണ് ഈ കൃതികൾ. അതായത് ഇന്ത്യൻ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട വ്യക്തികളുടെ കൃതികൾ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്നുണ്ട്, റിപ്പീറ്റ് ചെയ്ത്. ഓക്കെ, അപ്പൊ നമുക്ക് ടാഗോറിന്റെ ചില കൃതികൾ നോക്കാം. ടാഗോറിന്റെ കൃതികൾ നോക്കാം. ടാഗോറിന്റെ കൃതികൾ നോക്കാം. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ കൃതി ഏതായിരിക്കും നമ്മൾ പഠിക്കേണ്ടത്? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഗീതാഞ്ജലി അല്ലെ? ഗീതാഞ്ജലി. ഗീതാഞ്ജലിക്ക് നൊബേൽ സമ്മാനം ലഭിച്ച വർഷം എന്നാണ്? ഗീതാഞ്ജലിക്ക് നൊബേൽ സമ്മാനം ലഭിച്ച വർഷം? ഗീതാഞ്ജലി നൊബേൽ സമ്മാനം ലഭിച്ച വർഷം 1913 നൊബേൽ അല്ലെ? 1913 നൊബേൽ കിട്ടി. ഇനി രണ്ടാമത് നിങ്ങൾ കമന്റ് ചെയ്തോ അറിയാവുന്നത്? ദ ഹോം ആൻഡ് ദ വേൾഡ് ഉണ്ട്. പിന്നെ ഒന്ന് പഠിക്കാവുന്നത് ഫയർഫ്ലൈസ്. എന്താണ്? ഫയർഫ്ലൈസ്. ഓക്കെ, പിന്നെ ഗോര എന്ന കൃതി. ഓക്കെ, പിന്നെ ദ ഗാർഡനർ എന്ന കൃതി. ദ ഗാർഡനർ. പിന്നെ ഗോര എന്ന കൃതി. ഗോര നമ്മൾ പറഞ്ഞില്ലേ? ഗോര പറഞ്ഞു. ഓക്കെ, പിന്നെ പറയാവുന്നത് ദ ബ്രോക്കൺ നെസ്റ്റ് എന്ന കൃതി. ഇനി ദ പോസ്റ്റ് ഓഫീസ് പോലെ ദ പോസ്റ്റ് മാസ്റ്റർ എന്ന കൃതി. പോസ്റ്റ് മാസ്റ്റർ. ഓക്കെ, പിന്നെ കാബൂളിവാല. പിന്നെ ഒന്ന് ഹംഗ്രി സ്റ്റോൺസ്. പിന്നെ ഒരെണ്ണം കൂടെ പഠിക്കാം, ചതുരംഗ. ഇത്ര നിങ്ങൾ പഠിച്ചു പോകണം കേട്ടാ. ചതുരംഗ ഏത് വേണം ചോദിക്കാം. ചതുരംഗ എ നോവൽ. നമുക്ക് നോക്കാം. ഗീതാഞ്ജലി, ദ ഹോം ആൻഡ് ദ വേൾഡ്, ഫയർഫ്ലൈസ്, ഗോര, ഗാർഡനർ. ഓക്കെ, ദ ബ്രോക്കൺ നെസ്റ്റ്, ദ പോസ്റ്റ് മാസ്റ്റർ, കാബൂളിവാല, ഹംഗ്രി സ്റ്റോൺസ്, ചതുരംഗ എ നോവൽ. ഓക്കെ, ആദ്യ കവിതാ സമാഹാരം ഏതാണ് ടാഗോറിന്റെ? പറയാമോ? ആദ്യ കവിതാ സമാഹാരം, ടാഗോറിന്റെ ആദ്യ കവിതാ സമാഹാരം എന്ന് പറയാമോ? അല്ല, ടാഗോറിന്റെ ആദ്യത്തെ കവിതാ സമാഹാരം കബി കാഹിനിയാണ്. ആദ്യ കവിതാ സമാഹാരം കബി കാഹിനിയാണ്. ഓക്കെ, ആദ്യ ചെറുകഥ എന്ന് പറയാമോ? ആദ്യ ചെറുകഥ, ടാഗോറിന്റെ ആദ്യ ചെറുകഥ ആർക്കെങ്കിലും അറിയാമോ? ടാഗോറിന്റെ ആദ്യ ചെറുകഥ ഭിക്കാരിണി. ഏതാണ്? ഭിക്കാരിണിയാണ് ആദ്യ ചെറുകഥ. ഇനി ഇത്രയും പഠിച്ചു. ഇനി ടാഗോറിന്റെ പഠിക്കാനുള്ളത് ആത്മകഥയാണ്. ടാഗോറിന്റെ ആത്മകഥ പറയാമോ ആർക്കെങ്കിലും? ടാഗോറിന്റെ ആത്മകഥ ജീവൻ സ്മൃതി. ഓക്കെ, ജീവൻ സ്മൃതി. അപ്പൊ നമ്മൾ വലിയ കാര്യങ്ങളൊക്കെ പഠിച്ചു പോകുമ്പോഴത്തേക്കും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്നതാണ്. ഓക്കെ, നോട്ട് ചെയ്യണേ. അപ്പൊ PSCക്ക് ചോദിക്കും. നമ്മൾ വലിയ വിവരാവകാശ നിയമവും അങ്ങനത്തെ വലിയ കാര്യങ്ങളൊക്കെ പഠിച്ചു പോകുമ്പോഴേ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ മറന്നു പോകും. ഓക്കെ, അത് നോട്ട് ചെയ്യണം. അതൊന്ന് പഠിച്ചു പോവാം. ഗീതാഞ്ജലി ടാഗോറിന്റെ. അപ്പൊ ഇത് മെയിൻസിന് വേണ്ടിയിട്ടായാലും ഏത് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടായാലും നമുക്കിത് വേണം. ഓക്കെ, ഗീതാഞ്ജലി, ദ ഹോം ആൻഡ് ദ വേൾഡ്, ഫയർഫ്ലൈസ്, ഗോര, ദ ഗാർഡനർ, അതുപോലെ ദ ബ്രോക്കൺ നെസ്റ്റ്, ദ പോസ്റ്റ് മാസ്റ്റർ. ഇത് നോട്ട് ചെയ്യണേ. ദ പോസ്റ്റ് മാസ്റ്റർ. ഈ ഗോരയൊക്കെ മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്. ഗോര, കാബൂളിവാല, ഹംഗ്രി സ്റ്റോൺസ്. ഓക്കെ, ചതുരംഗ എ നോവൽ. ഓക്കെ, പിന്നെ ആദ്യ കവിതാ സമാഹാരം കബി കാഹിനിയും ആദ്യ ചെറുകഥ ഭിക്കാരിണിയുമാണ്. ആത്മകഥ ജീവൻ സ്മൃതി. ഓക്കെ, 1913 ഗീതാഞ്ജലിക്ക് നൊബേൽ കിട്ടുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ടാഗോറിനെ പറ്റി പഠിക്കാനുള്ളത്. ടാഗോറിന്റെ പ്രധാനപ്പെട്ട കൃതികൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, റിപ്പീറ്റ് ചെയ്ത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അംബേദ്കറൊക്കെ അടുത്തിടെ ചോദിക്കാറുണ്ട്. അംബേദ്കറിന്റെ കൃതികൾ, അങ്ങനത്തെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട് ഈ ഇടയ്ക്ക്. ആസാദ് ഹിന്ദ് ഗവൺമെന്റ് സ്ഥാപിച്ചത് എവിടെ? ബാങ്കോക്ക്, ടോക്കിയോ, സിംഗപ്പൂർ, റംഗൂൺ. ആസാദ് ഹിന്ദ് ഗവൺമെന്റ് സ്ഥാപിച്ചത് എവിടെ? ബാങ്കോക്ക്, ടോക്കിയോ, സിംഗപ്പൂർ, റംഗൂൺ. ഏതാണ്? സിംഗപ്പൂർ. ആസാദ് ഹിന്ദ് ഗവൺമെന്റ് സ്ഥാപിച്ചത് സിംഗപ്പൂരാണ്. ഓക്കെ, അപ്പോ സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യയുടെ താൽക്കാലിക ഗവൺമെന്റ് രൂപം നൽകിയത് എവിടെയാണ്? ഇന്ത്യയുടെ
താൽക്കാലിക ഗവൺമെന്റിന് രൂപം നൽകിയത്, താൽക്കാലിക ഗവൺമെന്റിന് രൂപം നൽകിയത് എവിടെയെന്ന് പറയാമോ? സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യയുടെ താൽക്കാലിക ഗവൺമെന്റിന് രൂപം നൽകിയത് എവിടെയെന്ന് പറയാമോ? ഉത്തരം സിംഗപ്പൂരാണ്. സിംഗപ്പൂരാണ് താൽക്കാലിക ഗവൺമെന്റിന് രൂപം നൽകിയത്. ഓക്കെ, ഇതിന്റെ പേരാണ് ആസാദ് ഹിന്ദ്. ഇതിന്റെ പേരാണ് എന്ത്? ആസാദ് ഹിന്ദ് ഗവൺമെന്റ്. മനസ്സിലായ? ഇതിന്റെ പേരാണ് ആസാദ് ഹിന്ദ് ഗവൺമെന്റ് എന്ന് ഉദ്ദേശിച്ചത്. മനസ്സിലായില്ലേ? ഇന്ത്യയുടെ താൽക്കാലിക ഗവൺമെന്റ് രൂപം നൽകിയ സ്ഥലമാണ് സിംഗപ്പൂർ. അതാണ് ആസാദ് ഹിന്ദ് ഗവൺമെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആസാദ് ഹിന്ദ് ഫൗജ് എന്ന സംഘടന സ്ഥാപിച്ചു. ആസാദ് ഹിന്ദ് ഫൗജ് ആര്? സുഭാഷ് ചന്ദ്രബോസ്. ഏത് വർഷം? ആസാദ് ഹിന്ദ് ഫൗജ് എന്ന സംഘടന സുഭാഷ് ചന്ദ്രബോസ് ആസാദ് ഹിന്ദ് ഫൗജ് എന്ന സംഘടന സ്ഥാപിച്ചു. വർഷം പറയാമോ ആർക്കെങ്കിലും? ആസാദ് ഹിന്ദ് ഫൗജ് എന്ന സംഘടന സുഭാഷ് ചന്ദ്രബോസ് സ്ഥാപിച്ച വർഷം പറയാമോ? 1942 സുഭാഷ് ചന്ദ്രബോസ് ആസാദ് ഹിന്ദ് ഫൗജ് എന്ന സംഘടന സ്ഥാപിച്ചത്. ഇനി സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിച്ച സുഭാഷ് ചന്ദ്രബോസിനെ പറ്റിയാണ് പറയണേ. രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടി എന്ന് പറയാമോ? സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടി ഏതാണ്? ഫോർവേഡ് ബ്ലോക്ക്. ഏതാണ്? ഫോർവേഡ് ബ്ലോക്ക്. സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് ഫോർവേഡ് ബ്ലോക്ക്. ഓക്കെ, ഇനി ഇവിടെ ആസാദ് ഹിന്ദ് ഫൗജ് എന്ന സംഘടന സ്ഥാപിച്ചു എന്ന് പറഞ്ഞല്ലേ? ആസാദ് ഹിന്ദ് ഫൗജ് എന്ന സംഘടന ഇത് 1943 ഒരു പുതിയ പേരിൽ അറിയപ്പെട്ടു. അതാണ് എന്ത്? ഇന്ത്യൻ നാഷണൽ ആർമി. ഇന്ത്യൻ നാഷണൽ ആർമി. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കും ഇന്ത്യൻ നാഷണൽ ആർമി INA രൂപീകരിച്ചത് ആര്? അതിനാണ് സുഭാഷ് ചന്ദ്രബോസ്. 1943 ഈ ആസാദ് ഹിന്ദ് ഫൗജ് എന്ന സംഘടനയാണ് ഇന്ത്യൻ നാഷണൽ ആർമി ആയിട്ട് മാറുന്നത്. ഓക്കെ, പിന്നെ പഠിക്കാവുന്നത് നേതാജിയുടെ ആത്മകഥ. നേതാജിയുടെ അപൂർണമായ ആത്മകഥയാണ്. നേതാജിയുടെ പറയാമോ? നേതാജിയുടെ അപൂർണ ആത്മകഥ. പൂർണ്ണമാക്കിയിട്ടില്ല. അപൂർണ ആത്മകഥ. പേര് പറയാമോ? അതെ, വെരി ഗുഡ്. An Indian pilgrimage. ഓക്കെ, കറക്റ്റ് ആണ്. An Indian pilgrimage. ഇനി ഒരു കാര്യം കൂടെ പഠിക്കണം. ഇദ്ദേഹത്തിന്റെ കുറച്ച് രണ്ട് കവിതകളുണ്ട്, രണ്ട് രചനകൾ നോക്കാം. സുഭാഷ് ചന്ദ്രബോസിന്റെ രണ്ട് രചനകൾ ഏതൊക്കെയെന്ന് പറയാമോ ആർക്കെങ്കിലും? സുഭാഷ് ചന്ദ്രബോസിന്റെ രണ്ട് രചനകൾ പറയാമോ? ഒന്ന് ലെറ്റേഴ്സ് ടു എമിലി ശങ്കൽ. ലെറ്റേഴ്സ് ടു എമിലി ശങ്കലും പിന്നെ ഒരെണ്ണം കൂടെ ഉണ്ട്, അത് ഇവിടെ എഴുതാം. ദ ഇന്ത്യൻ സ്ട്രഗിൾ. ഏതാണ്? ദ ഇന്ത്യൻ സ്ട്രഗിൾ. അപ്പൊ രണ്ട് കൃതികളാണ് നമുക്ക് ഓർത്തിരിക്കേണ്ടത്. ലെറ്റേഴ്സ് ടു എമിലി ശങ്കലും അതുപോലെ ദ ഇന്ത്യൻ സ്ട്രഗിൾ. ഓക്കെ, രണ്ട് കൃതി. ദ ഇന്ത്യൻ സ്ട്രഗിൾ മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്. ദ ഇന്ത്യൻ സ്ട്രഗിൾ എന്ന കൃതി രചിച്ചത് ആര്? നേതാജി സുഭാഷ് ചന്ദ്രബോസ്. അതുപോലെ സുഭാഷ് ചന്ദ്രബോസ് ആത്മകഥയാണ് ആൻ ഇന്ത്യൻ പിൽഗ്രിമേജ്. പിന്നെ രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടി ഫോർവേഡ് ബ്ലോക്ക്. സുഭാഷ് ചന്ദ്രബോസ് താൽക്കാലിക ഗവൺമെന്റ് രൂപം നൽകിയ സിംഗപ്പൂരാണ്. ആസാദ് ഹിന്ദ് എന്ന് അറിയപ്പെട്ട ഗവൺമെന്റ് ആസാദ് ഹിന്ദ് ഫൗജ് എന്ന സംഘടന 42 സ്ഥാപിച്ചു. 43 അത് ഇന്ത്യൻ നാഷണൽ ആർമി ആയിട്ട് മാറി. ഓക്കെ, രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടി ഫോർവേഡ് ബ്ലോക്ക്. ഓക്കെ, ഫോർവേഡ് ബ്ലോക്ക് അറിയത്തില്ല, ഓർമ്മ കിട്ടുന്നില്ല. 45 ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഏതൊക്കെ? പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ: ഇന്ത്യ, ശ്രീലങ്ക, ഇന്ത്യ പാകിസ്ഥാൻ, ഇന്ത്യ ബംഗ്ലാദേശ്, ഇന്ത്യ ചൈന. ഓക്കെ, ഫോർവേഡ് ബ്ലോക്ക് 1939 1939 ഫോർവേഡ് ബ്ലോക്ക്. 1939 ഫോർവേഡ് ബ്ലോക്ക്. ഓക്കെ, സുഭാഷ് ചന്ദ്രബോസ് കോൺഗ്രസ് സംഘടനയിൽ നിന്നൊക്കെ
മാറിയിട്ട് രൂപീകരിച്ചതാണ് ഫോർവേഡ് ബ്ലോക്ക്. ഓക്കെ, അടുത്ത ഇവിടെ ഏതാണ് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഏതാണ്? ഇന്ത്യ, ചൈന. ഇന്ത്യ, ചൈനയാണ് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചത്. ഇന്ത്യ, ചൈന. അപ്പൊ ഇത് നമ്മൾ ഇമ്പോർട്ടന്റ് ആണ്. ഏത് വർഷമാണെന്ന് അറിയാമോ പഞ്ചശീല തത്വം ഒപ്പുവെച്ച വർഷം? പഞ്ചശീല തത്വങ്ങൾ ഒപ്പുവെച്ച വർഷം പറയാമോ? 1954. അപ്പോ ഈ പഞ്ചശീല തത്വങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഇപ്പോ കഴിഞ്ഞ ഒരു എക്സൈസ് പരീക്ഷയ്ക്ക് ചേരി ചേരാ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക, അതെല്ലാം SCERT-യുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. അപ്പോ ഈ പഞ്ചശീല തത്വങ്ങളുമായി ബന്ധപ്പെട്ട SCERT-യിൽ ഒരു 5 പോയിന്റ് ഉണ്ട്. ഓക്കെ, 5 പോയിന്റ് അത് നമുക്കൊന്ന് നോട്ട് ചെയ്യാം. ഒന്നാമത് പഞ്ചശീല തത്വങ്ങളുമായി ബന്ധപ്പെട്ട 5 പോയിന്റ്. രാജ്യത്തിന്റെ അല്ല, ഈ പഞ്ചശീല തത്വങ്ങളുമായി ബന്ധപ്പെട്ട് എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? രാജ്യത്തിന്റെ അതിർത്തിയും അതായത് അതിൽ പെടാത്തത് എന്ന രീതിയിൽ ക്വസ്റ്റ്യൻ വരും. പഞ്ചശീല തത്വങ്ങളിൽ ഉൾപ്പെടാത്തത് എന്ന രീതിയിൽ ചോദിച്ചിട്ടുണ്ട് മുമ്പ്. രാജ്യത്തിന്റെ അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക. രാജ്യത്തിന്റെ അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക. അടുത്ത 2, പരസ്പരം ആക്രമിക്കാതിരിക്കുക. പരസ്പരം ആക്രമിക്കാതിരിക്കുക. SCERT-ലുള്ള പോയിന്റ്സ് ആണേ, നോട്ട് ചെയ്യണേ. പരസ്പരം ആക്രമിക്കാതിരിക്കുക. മൂന്നാമത് ആഭ്യന്തര കാര്യങ്ങളിൽ പരസ്പരം ഇടപെടാതിരിക്കുക. ആഭ്യന്തര കാര്യങ്ങളിൽ പരസ്പരം ഇടപെടാതിരിക്കുക. ചോദിക്കാം, ഈ രീതിയിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ, അടുത്ത പരീക്ഷകൾക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. അടുത്ത ഫയർമാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പരീക്ഷ ചിലപ്പോൾ ചോദിക്കാം. ചേരിചേര ചോദിച്ചുണ്ട്. സമത്വവും പരസ്പര സഹായവും പുലർത്തുക. അഞ്ചാമത്തത് സമാധാനപരമായ സഹവർത്തിത്വം പാലിക്കുക. സമാധാനപരമായ സഹവർത്തിത്വം പാലിക്കുക. അപ്പൊ ഇത്തരം 5 ഫാക്ട്സ് ആണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് പഞ്ചശീല തത്വവുമായി ബന്ധപ്പെട്ട്. ഇന്ത്യയും ചൈനയും തമ്മിൽ ഒപ്പുവെച്ച പഞ്ചശീല തത്വങ്ങൾ. രാജ്യത്തിന്റെ അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക, പരസ്പരം ആക്രമിക്കാതിരിക്കുക, ആഭ്യന്തര കാര്യങ്ങളിൽ പരസ്പരം ഇടപെടാതിരിക്കുക, സമത്വവും പരസ്പര സഹായവും പുലർത്തുക, സമാധാനപരമായ സഹവർത്തിത്വം പാലിക്കുക. ഓക്കെ, ഇനി ആരൊക്കെ തമ്മിലാണ് ഈ പഞ്ചശീല തത്വങ്ങൾ ഒപ്പുവെച്ചത്? പഞ്ചശീല തത്വങ്ങൾ ഒപ്പുവെച്ചത് ആരൊക്കെ തമ്മിലാണ്? ഇന്ത്യയും ചൈനയുമാണ്. വ്യക്തികൾ ആരൊക്കെയാണ്? നെഹ്റുവും അതെ ചൗ ഇൻ ലായി അല്ലെ? ചൗ ഇൻ ലായും നെഹ്റുവും തമ്മിലാണ് ഒപ്പിട്ടത് അല്ലെ? നെഹ്റുവും ചൗ ഇൻ ലായി. ഓക്കെ, 1954. ഓക്കെ, ഇത്രേ ഉള്ളൂ. അപ്പം ഒന്നുകൂടെ പറയാം. രാജ്യത്തിന്റെ അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക, പരസ്പരം ആക്രമിക്കാതിരിക്കുക, ആഭ്യന്തര കാര്യങ്ങളിൽ പരസ്പരം ഇടപെടാതിരിക്കുക, സമത്വവും പരസ്പര സഹായവും പുലർത്തുക, സമാധാനപരമായ സഹവർത്തിത്വം പാലിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. താമരയുടെ ശാസ്ത്രീയ നാമമെന്ത്? സ്ട്രോബിലാനന്തസ് കുന്തിയാന, നെലംബോ നൂസിഫറ, ലൂക്കാസ് ആസ്പെറ, ഓസ്മിയം സാങ്ക്ടം. ഏതാണ്? ആമ്പലാണ്. ഓക്കെ, നെലംബോ നൂസിഫറ ആണ്. ഓക്കെ, നെലംബോ നൂസിഫറ. അപ്പൊ ദേശീയ പുഷ്പമാണല്ലേ താമര. മറ്റേതൊക്കെ രാജ്യങ്ങളിലാണ് താമര ദേശീയ പുഷ്പം? താമര ദേശീയ പുഷ്പമായ രാജ്യങ്ങൾ ഏതൊക്കെയാണ്? വിയറ്റ്നാം, അതുപോലെ തന്നെ ഈജിപ്റ്റ്. ഓക്കെ, വിയറ്റ്നാം, ഈജിപ്റ്റ് എന്നീ രാജ്യങ്ങളിൽ താമര ദേശീയ പുഷ്പമാണ്. വിയറ്റ്നാം, ഈജിപ്റ്റ്. ഓക്കെ, പിന്നെ ദേശീയ വൃക്ഷം ഏതാണ്? ദേശീയ വൃക്ഷം അരയാലാണോ പേരാലാണോ? ദേശീയ വൃക്ഷം ആലാണ്. അരയാലാണോ പേരാലാണോ? പറയാമോ? പേരാലാണ്.
ദേശീയ വൃക്ഷം പേരാൽ. ഓക്കെ, പേരാൽ. ഓക്കെ, എന്താണ് സയന്റിഫിക് നെയിം എന്താണ്? ഫൈക്കസ്. അതെ, ഫൈക്കസ് ബംഗാളൻസിസ്. ഫൈക്കസ് ബംഗാളൻസിസ് ആണ് സയന്റിഫിക് നെയിം. ഓക്കെ, ബംഗാളൻസിസ്. ദേശീയ വൃക്ഷം പേരാൽ. ഓക്കെ, ദേശീയ ഫലമാണെങ്കിലോ? ദേശീയ ഫലം മാങ്ങയാണ് അല്ലേ? മാങ്ങ. അപ്പൊ മാങ്ങയുടെ സയന്റിഫിക് നെയിം? അതെ, മാഞ്ചിഫറ ഇൻഡിക്ക. ഓക്കെ, മാഞ്ചിഫറ ഇൻഡിക്ക. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങൾ. താമര ദേശീയ പുഷ്പമായ രാജ്യങ്ങൾ വിയറ്റ്നാം, ഈജിപ്ത്. നെലംബോ നൂസിഫറ. ദേശീയ വൃക്ഷം പേരാല്. സയന്റിഫിക് നെയിം ഫൈക്കസ് ബംഗാളൻസിസ്. അതുപോലെ ദേശീയ ഫലം മാങ്ങയാണ്. സയന്റിഫിക് നെയിം മാഞ്ചിഫറ ഇൻഡിക്ക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ചെയർമാൻ ഉൾപ്പെടെ ദേശീയ പട്ടികജാതി കമ്മീഷന്റെ അംഗസംഖ്യ എത്ര? ചെയർമാൻ ഉൾപ്പെടെ ദേശീയ പട്ടികജാതി കമ്മീഷന്റെ അംഗസംഖ്യ എത്ര? 3, 6, 5 ഇവയൊന്നുമല്ല. പറയാമോ? ഓക്കെ, ഉത്തരം സി ആണ്, 5 ആണ്. നിങ്ങൾ മാറിപ്പോകരുത്. ഇത് SC ആയാലും ST ആയാലും കാലാവധി 5 വർഷമാണ്. സോറി, അംഗങ്ങൾ തെറ്റിപ്പോയി. അംഗങ്ങൾ കാലാവധി അല്ലല്ലോ, അംഗങ്ങൾ 5. ഇനി കാലാവധി ചോദിച്ചാലോ? കാലാവധി തെറ്റിപ്പോയതാണ്, അംഗങ്ങളാണ്, കാലാവധി അല്ല. കാലാവധി എത്രയാണ്? കാലാവധിയാണ് എന്ത്? 3 വർഷം. കാലാവധിയാണ് 3 വർഷം. ഓക്കെ, ഇത് മുമ്പ് പരീക്ഷയ്ക്ക്, അതായത് നമ്മുടെ പ്രിലിംസിന് ചോദിച്ചിട്ടുണ്ട്. അതിനു മുമ്പ് പ്രിസൺ ഓഫീസർ പരീക്ഷയ്ക്കും ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ദേശീയ പട്ടികജാതി കമ്മീഷന്റെ അംഗസംഖ്യ എത്ര എന്ന രീതിയിൽ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. നോട്ട് ചെയ്യണേ, 5 ആണ്. 5 SC ST അംഗങ്ങൾ 5, കാലാവധി 3 വർഷം. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയരുത്. കാലാവധി അംഗങ്ങളും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂമേഖല? ഇടനാട്, തീരപ്രദേശം, മലനാട്, കായലോരം. ഏതാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഭൂമേഖല? ഇടനാട്, തീരപ്രദേശം, മലനാട്, കായലോരം. ഏതാണ്? മലനാട്. ഓക്കെ, അപ്പൊ ഏതൊക്കെയുണ്ട് ഭൂപ്രകൃതി വിഭാഗങ്ങൾ കേരളത്തിന്റെ? പരീക്ഷയ്ക്ക് ചോദിക്കും, കേരളത്തിന്റെ ഭൂപ്രകൃതി വിഭാഗങ്ങൾ ഉൾപ്പെടാത്തത് എന്ന രീതിയിൽ ക്വസ്റ്റ്യൻ ഉണ്ടാവും. കേരളത്തിന്റെ ഭൂപ്രകൃതി വിഭാഗങ്ങൾ ഏതൊക്കെയാണ്? മലനാട്, ഇടനാട്, അതുപോലെ ഏതാണ്? തീരപ്രദേശം. ഇത്രയേ ഉള്ളൂ. മലനാട്, ഇടനാട്, തീരപ്രദേശം. ഓക്കെ, ഇനി മലനാട് സമുദ്രനിരപ്പിൽ നിന്ന് എത്ര മീറ്റർ ഉയരത്തിലുള്ളതാണ്? മലനാട് കഴിഞ്ഞ LDയുടെ ക്വസ്റ്റ്യൻ. സമുദ്രനിരപ്പിൽ നിന്ന് എത്ര മീറ്റർ ആണ്? അതെ, 75 മീറ്ററിൽ കൂടുതൽ. ഓക്കെ, അടുത്ത ഇടനാടാണെങ്കിലോ? ഇടനാട് സമുദ്രനിരപ്പിൽ നിന്ന് 7.5 to 75 മീറ്റർ. ഇനി തീരപ്രദേശമാണെങ്കിലോ? 7.5 മീറ്റർ വരെ അല്ലെ? 7.5 മീറ്റർ വരെ ഉയരമുള്ള ഭാഗം. ഇനി ഇവിടെ ഈ മലനാടിന്റെ പ്രത്യേകത നദികളുടെ ഉത്ഭവസ്ഥാനം. നദികളുടെ ഉത്ഭവസ്ഥാനം ഏത്? മലനാട്. നദികളുടെ ഉത്ഭവസ്ഥാനം വരുന്നത് മലനാട്ടിലാണെന്നും കൂടെ ഓർത്തിരിക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. കേരളം, തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇടിമിന്നലോടുകൂടി പെയ്യുന്ന വേനൽ മഴ ഏത് പേരിൽ അറിയപ്പെടുന്നു? കേരളം, തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇടിമിന്നലോടുകൂടി പെയ്യുന്ന വേനൽ മഴ ഏത് പേരിൽ അറിയപ്പെടുന്നു? മാംഗോ ഷവർ, ചെറി ബ്ലോസം, നോർവെസ്റ്റർ, ലൂ. ഏതാണ്? അതെ, മാംഗോ ഷവർ. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. ഓക്കെ, ഇന്ത്യയുടെ ഉത്തര മഹാസമതലത്തിൽ മെയ് ജൂൺ മാസങ്ങളിൽ ഉച്ചയ്ക്ക് ശേഷം വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റ് ഏത്? പറയാമോ? സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഉത്തര മഹാസമതലം എന്ന് കേൾക്കുമ്പോൾ തന്നെ ധൈര്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ലൂ കുത്താം അല്ലെ? ലൂ. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന
വരണ്ട ഉഷ്ണക്കാറ്റ് എന്ന രീതിയിൽ ചോദിക്കാറുണ്ട് അല്ലെ. ഇനി കാൽ ബൈശാഖി എവിടെയാണ് കാൽ ബൈശാഖി വീശുന്നത്? കാൽ ബൈശാഖി എവിടെയാണ്? അതെ, വെസ്റ്റ് ബംഗാളിലാണ് കാൽ ബൈശാഖി, വെസ്റ്റ് ബംഗാൾ. ഇനി ബെർദോയ് ചില എവിടെയാണ്? അസമിലാണ്. ബെർദോയ് ചില അസം. ഇനി നോർവെസ്റ്ററോ? നോർവെസ്റ്റർ ബംഗാൾ, അസം എന്നിവിടങ്ങളിലാണ് നോർവെസ്റ്റർ. ബംഗാൾ, അസം എന്നിവിടങ്ങളിൽ. നോർവെസ്റ്റർ ബംഗാൾ, അസം എന്നിവിടങ്ങളിലാണ് നോർവെസ്റ്റർ വീശുന്നത്. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ബംഗാൾ, അസം. ഓക്കെ, കർണാടകയിലെ കാപ്പിത്തോട്ടങ്ങൾക്ക് പ്രയോജനകരമായ കർണാടകയിലെ കാപ്പിത്തോട്ടങ്ങൾക്ക് പറയാമോ? കർണാടകയിലെ കാപ്പിത്തോട്ടങ്ങൾക്ക് പ്രയോജനകരമായത് ചെറി ബ്ലോസം ആണ്. കർണാടകയിലെ ചെറി ബ്ലോസം കാപ്പിത്തോട്ടങ്ങൾക്ക് പ്രയോജനകരമായ ഉഷ്ണകാല കാറ്റാണ് ചെറി ബ്ലോസം. നോർവെസ്റ്റർ എന്താണ്? നോർവെസ്റ്റർ ബംഗാൾ, അസം എന്നിവിടങ്ങളിൽ. ബെർദോയ് ചില അസം, കാൽ ബൈശാഖി വെസ്റ്റ് ബംഗാളിലാണ്. ഓക്കെ, ഇനി കർണാടകയിലും കേരളത്തിലും തമിഴ്നാട്ടിലും ഒക്കെ ആണെങ്കിൽ മാംഗോ ഷവർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിലെ രണ്ടാമത്തെ ദേശീയോദ്യാനത്തിന്റെ പേരെന്താണ്? കേരളത്തിലെ രണ്ടാമത്തെ ദേശീയോദ്യാനത്തിന്റെ പേര്? പറമ്പിക്കുളം, മുത്തങ്ങ, സൈലന്റ് വാലി, ഇരവികുളം. പറയാമോ? ഓക്കെ, ഉത്തരം സൈലന്റ് വാലിയാണ്. അതായത് ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ആകെ ദേശീയോദ്യാനങ്ങൾ എത്രയാണ്? കേരളത്തിലെ ആകെ ദേശീയോദ്യാനം എത്രയാണ്? കേരളത്തിലെ ആകെ ദേശീയോദ്യാനം 5 അസ്പർ PSC അല്ലെ. അസ്പർ PSC അടിസ്ഥാനമാക്കി 5 ആണ്. ആകെ ദേശീയോദ്യാനം എത്രയാണ്? 5 ആണ്. ഒരു മിനിറ്റ്. അപ്പൊ കേരളത്തിലെ ആകെ ദേശീയോദ്യാനങ്ങളുടെ എണ്ണം 5. PSC ഉത്തരപ്പരാണ് 5. യഥാർത്ഥത്തിൽ എത്രയാണ്? 6. ആകെ എത്രയുണ്ട്? യഥാർത്ഥത്തിൽ ആകെ 6 ദേശീയോദ്യാനങ്ങളാണ് ഉള്ളത്. 6 ദേശീയോദ്യാനങ്ങളുള്ളത് അല്ലേ? ഏതൊക്കെയാണ്? ഇരവികുളം 1978 ഇരവികുളം. പിന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് പെരിയാറാണ് അല്ലെ. പെരിയാർ 1982. സൈലന്റ് വാലി 1984 സൈലന്റ് വാലി 1984. 2003 അടുത്ത് 2003 3 അല്ലെ. മതികെട്ടാൻ ചോല ആനമുടി ചോല പാമ്പാടും ചോല. മതികെട്ടാൻ ചോല, ആനമുടി ചോല, പാമ്പാടും ചോല 2003. അപ്പൊ ഇനി നിങ്ങൾ നോക്ക്, ഇവിടെ രണ്ടാമത്തെ ദേശീയോദ്യാനം ഏതാണ്? പെരിയാറല്ലേ രണ്ടാമത്തെ ദേശീയോദ്യാനമായിട്ട് വരേണ്ടത്. പക്ഷേ PSC പെരിയാറിനെ നാഷണൽ പാർക്കായിട്ട് പരിഗണിച്ചിട്ടില്ല. PSC പരിഗണിച്ചിട്ടില്ല. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്? മുമ്പ് PSC ചോദിച്ചപ്പോ കേരളത്തിലെ ആകെ ദേശീയോദ്യാനങ്ങളുടെ എണ്ണം 5 എന്നും, കേരളത്തിലെ ഇപ്പൊ പരീക്ഷ കഴിഞ്ഞ പ്രിലിംസിന് ചോദിച്ചപ്പം കേരളത്തിലെ രണ്ടാമത്തെ ദേശീയോദ്യാനത്തിന്റെ പേരെന്താണ്? അവിടെ സൈലന്റ് വാലി എന്ന ഉത്തരവും കൊടുത്തത്. ഓക്കെ, അപ്പൊ അത് നോട്ട് ചെയ്യണം. PSC പെരിയാറിനെ ദേശീയോദ്യാനമായി അംഗീകരിച്ചിട്ടില്ലാത്തത് കൊണ്ടാണ് അത് സംഭവിച്ചത്. ഓക്കെ, അപ്പൊ നോട്ട് ചെയ്യണേ. കേരളത്തിലെ രണ്ടാമത്തെ ദേശീയോദ്യാനത്തിന്റെ പേരെന്താണ്? സൈലന്റ് വാലി. PSC ഉത്തരപ്രകാരം 1984. ഓക്കെ, ഇനി ഇതുപോലെ ദേശീയോദ്യാനം ഏതാണ്? ഏറ്റവും വലിയ ദേശീയോദ്യാനം കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഇരവികുളമാണ്. ഓക്കെ, 1913 ചരിത്ര പ്രസിദ്ധമായ കായൽ സമ്മേളനം സംഘടിപ്പിച്ച നവോത്ഥാന നായകൻ.
1913 ചരിത്ര പ്രസിദ്ധമായ കായൽ സമ്മേളനം സംഘടിപ്പിച്ച നവോത്ഥാന നായകൻ. അയ്യങ്കാളി, ബാഗ്ബടാനന്ദൻ, സഹോദരൻ അയ്യപ്പൻ, പണ്ഡിറ്റ് കറുപ്പൻ. പ്രസിദ്ധമായ കായൽ സമ്മേളനം സംഘടിപ്പിച്ചതാരാണ്? പണ്ഡിറ്റ് കറുപ്പനാണ്. കായൽ സമ്മേളനം ആരാണ്? പണ്ഡിറ്റ് കറുപ്പൻ. ഇക്കഴിഞ്ഞ പരീക്ഷയ്ക്ക് പണ്ഡിറ്റ് കറുപ്പനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ജസ്റ്റ് ജനനം ഒന്ന് നോക്കാം. പണ്ഡിറ്റ് കറുപ്പന്റെ ജനനം 1885 പണ്ഡിറ്റ് കറുപ്പൻ ജനിക്കുന്നത്. 1885. ജന്മസ്ഥലം എവിടെയാണ്? ജന്മസ്ഥലം ചേരാനല്ലൂർ, എറണാകുളം. എറണാകുളത്തെ ചേരാനല്ലൂരിലാണ് ജനനം. ഓക്കെ, ചേരാനല്ലൂർ, എറണാകുളം. ഇനി ഇദ്ദേഹത്തിന്റെ മറ്റൊരു പ്രത്യേകത, ഇദ്ദേഹം ഇക്കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. മൂന്ന് തവണ തുടർച്ചയായി കൊച്ചിൻ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ തെരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി. ഇക്കഴിഞ്ഞ എക്സൈസ് പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ തെരഞ്ഞെടുക്കപ്പെട്ടു. ഓക്കെ, 3 തവണ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ തെരഞ്ഞെടുക്കപ്പെട്ടു. ആദ്യമായിട്ട് അംഗമായത് 1925 ആദ്യമായിട്ട് അംഗമാകുന്നത്. ഓക്കെ, ഇനി ഇത്രയും മനസ്സിലായില്ല. അപ്പൊ ജനനം 1885, ജന്മസ്ഥലം ചേരാനല്ലൂർ, എറണാകുളം, 3 തവണ തുടർച്ചയായി കൊച്ചിൻ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ തെരഞ്ഞെടുക്കപ്പെട്ടു. 1925 ആദ്യമായി തെരഞ്ഞെടുക്കപ്പെടുന്നത്. ഓക്കെ, ഇനി ജാതി വ്യവസ്ഥയും തൊട്ടുകൂടായ്മയും, ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. ഇങ്ങനെ തന്നെ ജാതി വ്യവസ്ഥയും തൊട്ടുകൂടായ്മയും ചോദ്യം ചെയ്യുന്ന മലയാള സാഹിത്യത്തിലെ പറയാമോ? മലയാള സാഹിത്യത്തിലെ ആദ്യ കൃതി അത് ഇദ്ദേഹത്തിന്റെയാണ്, പണ്ഡിറ്റ് കറുപ്പന്റെയാണ്. ഏതാണെന്നറിയാമോ? ജാതിക്കുമ്മിയാണ്. ഏതാണ്? ജാതിക്കുമ്മി. ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. ജാതി വ്യവസ്ഥയും തൊട്ടുകൂടായ്മയും ചോദ്യം ചെയ്യുന്ന മലയാള സാഹിത്യത്തിലെ ആദ്യ കൃതി ജാതിക്കുമ്മി. രചിച്ചത് പണ്ഡിറ്റ് കറുപ്പനാണ്. അപ്പോ അദ്ദേഹത്തിന്റെ കുറച്ച് കൃതികൾ നമുക്ക് നോക്കാം. പണ്ഡിറ്റ് കറുപ്പനെ ബന്ധപ്പെട്ട് ചെറിയ കുറച്ച് കൃതികൾ നോക്കാം. ഓക്കെ, ഉദ്യാനവിരുന്ന്, പണ്ഡിറ്റ് കറുപ്പന്റെ കുറച്ച് കൃതികൾ. ഉദ്യാനവിരുന്ന്, ബാലകലേശം നാടകം. ശ്രദ്ധിക്കണേ, ഉദ്യാനവിരുന്ന്, ബാലകലേശം നാടകം. അടുത്ത പരീക്ഷയിലുള്ളവർ ശ്രദ്ധിക്കണേ, ഈ അടുത്ത പരീക്ഷയിലുള്ളവര്. ഓക്കെ, ശ്രദ്ധിക്കണം. ഉദ്യാനവിരുന്ന്, ബാലകലേശം നാടകം. ഓക്കെ, ഇനി ആദ്യ കവിത സ്തോത്രമന്ദാരം. അപ്പൊ ഈ കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചത് മറ്റൊരു കൃതിയായിരുന്നു ചോദിച്ചത്, എനിക്ക് ഓർമ്മ കിട്ടത്തില്ല. അരയ അങ്ങനെ എങ്ങാണ്ടൊരു അത് തെറ്റായിട്ടായിരുന്നു കൊടുത്തിരുന്നത്. ഓക്കെ, അങ്ങനെ ഒരു കൃതി ആര് രചിച്ചിട്ടില്ലായിരുന്നു? പണ്ഡിറ്റ് കറുപ്പൻ രചിച്ചിട്ടില്ലായിരുന്നു. ഓക്കെ, കഴിഞ്ഞ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ നോക്കണേ. സ്തോത്രമന്ദാരം, ഉദ്യാനവിരുന്ന്, ബാലകലേശം നാടകം എന്നിവയാണ് പ്രധാനപ്പെട്ട. അതിൽ ചട്ടമ്പി സ്വാമികളുടെ വിയോഗത്തിൽ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. ചട്ടമ്പി സ്വാമികളുടെ വിയോഗത്തിൽ മനംനൊന്ത് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച കൃതി സമാധി സപ്താഹം. ഓക്കെ, നോട്ട് ചെയ്യണേ. സമാധി സപ്താഹം. ചട്ടമ്പി സ്വാമികളുടെ വിയോഗത്തിൽ മനംനൊന്ത് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച കൃതിയാണ് സമാധി സപ്താഹം. പിന്നെ ഇദ്ദേഹം ഒരു സംഘടന സ്ഥാപിച്ചു. അതാണ് അരയ വംശോധരണി സഭ ആര് സ്ഥാപിച്ചു? ഇദ്ദേഹം സ്ഥാപിച്ചു. ഓക്കെ, പണ്ഡിറ്റ് കറുപ്പൻ. അപ്പൊ എന്തൊക്കെയാണ്? ജാതി വ്യവസ്ഥയും തൊട്ടുകൂടായ്മയും ചോദ്യം ചെയ്യുന്ന മലയാള സാഹിത്യത്തിലെ ആദ്യ കൃതിയായ ജാതിക്കുമ്മി രചിച്ചത് പണ്ഡിറ്റ് കറുപ്പനാണ്. ഉദ്യാനവിരുന്ന്, ബാലകലേശം നാടകം എന്നീ കൃതികൾ രചിച്ചു. ആദ്യത്തെ കവിത സ്തോത്രമന്ദാരം. ചട്ടമ്പി സ്വാമികളുടെ വിയോഗത്തിൽ മനംനൊന്ത് സമാധി സപ്താഹം. എന്താണ് സമാധി സപ്താഹം? അതുപോലെ സംഘടന സ്ഥാപിച്ചു, അരയ വംശോധാരണി സഭ. ഇനി
1913 ചരിത്ര പ്രസിദ്ധമായ കായൽ സമ്മേളനം സംഘടിപ്പിച്ചതാണ് പണ്ഡിറ്റ് കറുപ്പൻ. ഇത്രയും കാര്യങ്ങൾ പണ്ഡിറ്റ് കറുപ്പനെ ബന്ധപ്പെട്ട് നോട്ട് ചെയ്യണം. പിന്നെ നമ്മൾ നേരത്തെ പഠിച്ചത് പണ്ഡിറ്റ് കറുപ്പൻ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ 3 തവണ തുടർച്ചയായി തെരഞ്ഞെടുക്കപ്പെട്ടു. 1925 ആദ്യമായി തെരഞ്ഞെടുക്കപ്പെടുന്നത്. ജനനം എവിടെയാണ്? 1885 ജനനം. ചേരാനല്ലൂർ, എറണാകുളം. നോട്ട് ചെയ്തില്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അനാഥരോ മാതാപിതാക്കളുടെ അനാരോഗ്യത്താൽ സംരക്ഷിക്കാൻ ആളില്ലാതിരിക്കുകയോ ചെയ്യുന്ന കുട്ടികൾക്ക് പ്രതിമാസ ധനസഹായം നൽകുന്ന പദ്ധതി. ഉഷസ്, ചീസ് പ്ലസ് സുഹൃതം, സ്നേഹപൂർവം. ഉഷസ്, ചീസ് പ്ലസ് സുഹൃതം, സ്നേഹപൂർവം. പറയാമോ? അനാഥരോ മാതാപിതാക്കളുടെ അനാരോഗ്യത്തിൽ സംരക്ഷിക്കാൻ ആളില്ലാതിരിക്കുകയോ ചെയ്യുന്ന കുട്ടികൾക്ക് പ്രതിമാസം ധനസഹായം നൽകുന്ന പദ്ധതി ഏതാണ്? സ്നേഹപൂർവമാണ്. സ്നേഹപൂർവം. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്. സ്നേഹപൂർവം. ഓക്കെ, ഇനി മറ്റൊരു ചോദ്യം. മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള തിരഞ്ഞെടുക്കപ്പെട്ട ആശുപത്രികളിൽ ക്യാൻസർ ചികിത്സ സൗജന്യമാക്കുന്ന പദ്ധതി. ക്യാൻസർ ചികിത്സ സൗജന്യമാക്കുന്ന പദ്ധതി ഏതാണ്? ഇക്കഴിഞ്ഞ ഇൻസ്പെക്ടിംഗ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. സുഹൃതം പദ്ധതി. ക്യാൻസർ ചികിത്സ സൗജന്യമാക്കുന്ന പദ്ധതി. ഓക്കെ, എന്നാൽ ക്യാൻസർ ബോധവൽക്കരണ പദ്ധതി ഉണ്ട്. ക്യാൻസർ ബോധവൽക്കരണ പദ്ധതി പറയാമോ? ക്യാൻസർ ബോധവൽക്കരണ പദ്ധതി കുടുംബശ്രീയും അതുപോലെ തന്നെ ആരോഗ്യവകുപ്പും ചേർന്ന് നടപ്പിലാക്കുന്നതാണ്. അതെ, ഏതാണ്? സ്വാസ്ഥ്യം. ഓക്കെ, സ്വാസ്ഥ്യം അത് നോട്ട് ചെയ്യണേ. അപ്പൊ സുഹൃതവും സ്വാസ്ഥ്യവും. ഇനി ഉഷസ് എന്താണ്? ഉഷസ് ഇവിടെ ഉഷസ് കണ്ടല്ലോ. എന്താണ് ഉഷസ്? പറയാമോ? ഉഷസ് എന്താണെന്ന് പറയാമോ? പദ്ധതികളൊക്കെ കൃത്യമായിട്ട് പഠിച്ചിട്ട് പോണേ, ഇമ്പോർട്ടന്റ് ആണ്. അതത്രേ ഉള്ളൂ. ചേരികളിൽ താമസിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ചേരികളിൽ താമസിക്കുന്നവർക്ക് ആരോഗ്യ സംരക്ഷണം. ഓക്കെ, അത്രേ ഉള്ളൂ. എന്താണ്? ഉഷസ്. ഇനി ചീസ് പ്ലസ് എന്താണ്? പറയാമോ ആർക്കെങ്കിലും? ചീസ് പ്ലസ് BPL, അതായത് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർ, ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്കുള്ള കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ സംയുക്തമായി നടത്തുന്ന സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് എന്ത്? ചീസ് പ്ലസ്. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പൊ എന്തൊക്കെ പഠിച്ചു? ക്യാൻസർ ചികിത്സ സൗജന്യം. ശ്രദ്ധിക്കണേ, ക്യാൻസർ ചികിത്സയാണെന്നറിയാം, പക്ഷെ സൗജന്യമാക്കുന്ന പദ്ധതിയാണ് സുഹൃതം. എന്നാൽ ക്യാൻസർ ബോധവൽക്കരണ പദ്ധതി കുടുംബശ്രീയും ആരോഗ്യ വകുപ്പും ചേർന്നിട്ടുള്ള ക്യാൻസർ ബോധവൽക്കരണ പദ്ധതിയാണ് സ്വാസ്ഥ്യം. ഇനി ചേരികളിൽ താമസിക്കുന്നവർക്ക് ആരോഗ്യ സംരക്ഷണം ഏതാണ്? ഉഷസ്. ചീസ് പ്ലസ് എന്താണ്? ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്കായി കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ സംയുക്തമായി നടത്തുന്ന സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് എന്ത്? ചീസ് പ്ലസ്. ഓക്കെ, അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ. ഓക്കെ.